20 വർഷമായി. പ്രൈസ് ദി ലോർഡ്. 20 വർഷമായി ഷുഗറിൻ്റെ അസ്വസ്ഥതയാൽ ഭാരപ്പെട്ട്. പാസ്റ്ററുടെ പേര് പി വി മാത്യു. പാസ്റ്റർ പി വി മാത്യു IPC ചർച്ച് അങ്കമാലി സെൻറ്ററിൻ്റെ ശുശ്രൂഷകനായി അങ്കമാലി സെൻറ്ററിൽ ശുശ്രൂഷകനായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ സമയത്താണ് എനിക്ക് 2 വർഷമായി തീരെ സുഖമില്ലാതെ കിടപ്പായിട്ട് 3 ഹോസ്പിറ്റലിൽ ചികിത്സയായിരുന്നു. അതിൽ കിഡ്നി 2 ഫെയിലായി. ഹാർട്ടിന് പ്രോബ്ലം ഉണ്ട്. ഹാർട്ടിൻ്റെ വാൽവ് ചുരുങ്ങുന്നത്, ലെൻസിന് കംപ്ലൈൻറ്റ്, ഇടിപ്പ് കുറവ്, അങ്ങനെയുള്ളതായ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ട് ഇപ്പോൾ 2 വർഷം ആയിക്കൊണ്ടിരിക്കുന്നു. ഇതിനിടയ്ക്ക് ഹോസ്പിറ്റലിൽ കടന്നു പോയി. ഈ ട്യൂബ് ഇട്ടിരിക്കുന്നത് മൂത്രം പോകത്തില്ല. മൂത്രം പോകാത്തത് കൊണ്ട് വയറ് തുളച്ച് ട്യൂബ് ഇട്ടിരിക്കുകയാണ്. ട്യൂബ് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ ഡയാലിസിസ് 3 എണ്ണം ചെയ്തു. പിന്നെ ഹാർട്ടിന് പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഡയാലിസിസ് ചെയ്യാൻ പറ്റത്തില്ല. ഇതുപോലെ ഈ ട്യൂബ് എടുത്ത് കളയാനും പറ്റത്തില്ല. എന്ന് വെച്ചാൽ ഈ ഹാർട്ടിന് പ്രശ്നമുള്ളത് കൊണ്ട് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റത്തില്ല. അനസ്തേഷ്യ തരാൻ പറ്റാത്തത് കൊണ്ടാണ് അത് അങ്ങനെയായത്. അതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടുകളാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വന്തമായി ഭവനമില്ല ആയിരുന്നു. അത് സർക്കാരിൽ നിന്ന് 4 ലക്ഷം രൂപ ലഭിച്ചു. അതിനകത്ത് ഒരു വീട് പണിത് അത് പൂർത്തീകരിക്കാൻ പറ്റിയിട്ടില്ല. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ടും ചികിത്സാ ചെലവുകളുള്ളതുകൊണ്ടും എനിക്ക് സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടോടുകൂടിയാണ് കിടപ്പിലായിരിക്കുന്നത്. ആയതുകൊണ്ട് ദൈവദാസന്മാർ, ദൈവമക്കളും എന്നെ സഹായിക്കണം. ഞാൻ സുവിശേഷ പ്രവർത്തനം 20 വർഷമായി ചെയ്തു വരുന്നു. ഒത്തിരി ആത്മാക്കൾ നേടാനൊക്കെ ദൈവം സഹായിച്ചു. എന്നാൽ ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിച്ച് ഭവനത്തിൽ ഇരിക്കുന്നു. എന്നെ സഹായിക്കണം. സ്വന്തമായ ഭവനത്തിൽ മാസം തോറും എത്ര രൂപ വരും? 8,000 രൂപയോളം എനിക്ക് മാസം തോറും കടമുണ്ടോ പാസ്റ്റർക്ക്? കടം 1.5 ലക്ഷം രൂപയോളം കടം. 1.5 ലക്ഷം രൂപ കടമുണ്ടല്ലേ? കടമുണ്ട്. അതുപോലുള്ള വീട് പണി പൂർത്തീകരിച്ചിട്ടില്ല. ഓക്കെ. ബുദ്ധിമുട്ടുകൾ വളരെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ 2 പേരും ഇവിടെ തുരുത്തി സഭയിലാണ് ശുശ്രൂഷിക്കുന്നത്. തുരുത്തിയിൽ എന്ന് പറയുമ്പം കുറുപ്പപ്പടിക്കടുത്ത് തുരുത്തി. ഇതിപ്പം ഓക്കെ. കുറുപ്പപ്പടി തുരുത്തിയിലാണ് ശുശ്രൂഷ. ഇത് പിന്നെ ഏത് ജില്ല? എറണാകുളം ജില്ല. ഓക്കെ. വർഷങ്ങളായി ഞാനിവിടെ ശുശ്രൂഷ തുടങ്ങിയിട്ട് അനേക ആത്മാക്കളെ നേടാനൊക്കെ ദൈവം സഹായിച്ചു. എന്നാൽ ഇപ്പോൾ വളരെ ക്ഷീണിതനാണ്. ആയതുകൊണ്ട് എല്ലാവരും എന്നെ സഹായിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ആൻറ്റിയുടെ പേരെന്താ? ഓക്കെ. 20 വർഷമായി കർത്താവിൻ്റെ വേലയിലായി തീർന്നിട്ട് വളരെ കഷ്ടപ്പാടും പ്രയാസങ്ങളും അനുഭവിച്ചു. അന്നൊക്കെ ഒരു സഹായമില്ലാതെ സാമ്പത്തികമായി വളരെ അലഞ്ഞ അവസരങ്ങളുണ്ടായിരുന്നു. അവിടെയെല്ലാം ദൈവസന്നിധിയിലിരുന്ന രാത്രികളിലൊക്കെ പ്രാർത്ഥിക്കാനിടയായി തീർന്നു. ദൈവത്രത്തോളം നടത്തി. സ്വന്തമായി ഭവനമില്ലായിരുന്നു എങ്കിലും ദൈവം പഞ്ചായത്തിൽ നിന്ന് ഒരു ഭവനത്തിന് പൈസ തന്ന് പണി തീർന്നിട്ടില്ല. എങ്കിലും 2 വർഷമായി സുഖമില്ലാതെ ആശുപത്രിയിലെല്ലാം മാറി നടന്ന് ഇപ്പോഴും മാസം തോറും ശരീരത്തെ ബ്ലഡ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് പോയി ബ്ലഡ് കയറ്റുകയാണ്. അതിന് കോട്ടയത്തിന് പോയാണ് ബ്ലഡ് കയറ്റുന്നത്. അതുപോലെ മൂത്രം പോകാൻ ബുദ്ധിമുട്ട്, ഒത്തിരി കഷ്ടപ്പെട്ട് അനുഭവിച്ചു. ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോകേണ്ട സന്ദർഭം ഉണ്ടായി. ഞാൻ ദൈവസന്നിധി കരഞ്ഞു പ്രാർത്ഥിച്ചു, കർത്താവ് 10 വർഷം കൂടി ആയുസ്സിന് നീട്ടിത്തരണം, ഞങ്ങൾക്ക് ഭവനമില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചു. ദൈവം ഇത്രത്തോളം നടത്തി. ദൈവത്തിന് നന്ദി പറയുന്നു. പാസ്റ്ററെ, അക്കൗണ്ട് പിന്നെ ബാങ്ക് അക്കൗണ്ട് ആരുടെ പേരില്ല? മേരി മാത്യുവിൻ്റെ പേരില്ല. മേരി മാത്യു. ഏത് ബാങ്കാ? ഫെഡറൽ ബാങ്ക് തുരുത്തി ബ്രാഞ്ച്. തുരുത്തി ബ്രാഞ്ച് അല്ലേ? ഓക്കെ. എന്തോ? വേങ്ങൂർ. ഓക്കെ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് പാസ്റ്റർ സജി പള്ളിക്കുന്ന്. ഞാൻ ഈ പ്രിയ കർത്തദാസൻ കുറച്ച് നാളുകളായിട്ട് എന്നെ വിളിക്കുന്നുണ്ടായിരുന്നു. വളരെ പ്രയാസത്തിൻ്റെ അനുഭവങ്ങളിലൂടെയാണ് പ്രിയ കർത്തദാസൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹത്തെ അറിയാവുന്ന പലരും എന്നെ വിളിച്ച് ഏതെങ്കിലും വിധത്തിൽ ഇദ്ദേഹത്തെ സഹായിക്കണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടു.
എന്നാൽ അനേക രോഗികൾ നേരത്തെ അറിയിച്ചതനുസരിച്ച് നേരത്തെ തന്നെ ഇതുപോലെ പ്രയാസം അനുഭവിക്കുന്നവരുണ്ടല്ലോ. അപ്പോൾ അവരുടെയൊക്കെ പോസ്റ്റ് ഇടേണ്ടതുള്ളതുകൊണ്ട് അല്പം താമസിച്ചു പോയി ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വരാൻ. വളരെ പരിതാപകരമായ, വളരെ ബുദ്ധിമുട്ടേറിയ അനുഭവത്തിലൂടെയാണ് പോകുന്നത്. 20 വർഷം കർത്താവിനെ സേവിച്ച് ദൈവത്തിന് വേണ്ടി ചെലവഴിച്ച ഈ കർത്തദാസിനെ ഓർത്ത്, ഈ ദൈവദാസിനെ ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കണമേ. ഒരു വാടക വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ സഹായിക്കുന്നതുകൊണ്ടാണ് വാടക കൊടുത്തൊക്കെ മുന്നോട്ട് പോകുന്നത്. ഇനിയിപ്പോൾ പണിയുന്നതായിരിക്കുന്ന പഞ്ചായത്തിൽ കൊടുത്തിരിക്കുന്ന വീടിൻ്റെ പണി പൂർത്തീകരിക്കാൻ അവരുടെ കയ്യിൽ സാമ്പത്തികമില്ല. കൂടാതെ 1.5 ലക്ഷം രൂപ കടമുണ്ട്. രോഗത്തിൻ്റെ വയറ്റിൽ വയറ് കിഴിച്ച് ആ ട്യൂബിട്ടിരിക്കുന്നു. അത് വലിയ ഒരു പ്രയാസമാണ്. അത് ജീവിതകാലം മുഴുവനും വീഴേണ്ടതായ സാഹചര്യത്തിലൂടെയാണ് പോകുന്നത്. നമുക്ക് ഈ ദൈവദാസിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമുക്ക് സാമ്പത്തികമായി സഹായിക്കാം. നമുക്ക് ഷെയർ ചെയ്യാം ഈ കാര്യങ്ങളെക്കുറിച്ച്. മാത്രമല്ല ഇവരുടെ അക്കൗണ്ട് നമ്പർ കാര്യങ്ങൾ പറഞ്ഞല്ലോ, ആ അക്കൗണ്ടിൽ തന്നെ പൈസ അയക്കണമേ എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു. ഈ കാര്യങ്ങളെക്കുറിച്ച് വിശദമായിട്ട് അറിയേണ്ടതിനായി 97 459 20074 എന്നീ നമ്പറിലോ 93 888 99 893 എന്നീ നമ്പറിലോ വിളിച്ച് വിവരങ്ങൾ അന്വേഷിക്കാവുന്നതാണ്. ദൈവം ധാരാളമായ നിലയിൽ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പാസ്റ്റർ, ഒടുവിലായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? പറയാൻ എനിക്ക് വേണ്ടി ഈ വീഡിയോ കാണുന്ന ദൈവമക്കളും ദൈവദാസന്മാരും ദൈവജനവും എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണം. എനിക്ക് വേണ്ടി സഹായിക്കണം. അതുപോലെ ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. ഓക്കെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.